ദൗർബല്യമാണ് സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. നിലവിലെ ലോകത്തിലെ സാധ്യമായ ഇടങ്ങളിലെ സ്വർണത്തിൻ്റെ വലിയൊരു ഭാഗവും ഖനനവും ചെയ്തു കഴിഞ്ഞു. ഭൂമിയുടെ പുറന്തോടിൽ പരിമിതമായ തോതിൽ മാത്രമാണ് ഇനിയും സ്വർണം കണ്ടെത്താനുള്ള നിക്ഷേപം എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സ്വർണം കണ്ടെത്തി ഖനനം ചെയ്യാനായി ഓരോ രാജ്യങ്ങളും പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്നു. ലഭ്യത കുറയുന്നതോടുകൂടി സ്വർണത്തിൻ്റെ വില ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ നേർവിപരീതമായ ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മേൽ സൂചിപ്പിക്കുന്നത് പോലെ ഭൂമിയുടെ പുറന്തോടിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്വർണം മാത്രമാണ് മനുഷ്യർക്ക് ഖനനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലം മുതൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അകക്കാമ്പ് വരെ സ്വർണത്തിൻ്റെ നിക്ഷേപം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭൂമിയുടെ ആഴമേറിയ ഭാഗങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടായേക്കുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഖനനം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് വരെ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഈ മേഖലയിൽ ശാസ്ത്രജ്ഞർ അടുത്തിടെ വിപ്ലവമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. സ്വർണ്ണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ വളരെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആറ്റങ്ങൾ സാധാരണയായി മറ്റ് മൂലകങ്ങളുമായി ചേരാതെ അവയുടെ ശുദ്ധമായ അവസ്ഥയിൽ നിലനിൽക്കുന്നു. ഇത്തരത്തിൽ വളരെ ആഴത്തിൽ കിടക്കുന്ന സ്വർണത്തെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ചൈന, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ, ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ഗവേഷകരുടെ സംഭാവനകളുടെ മിഷിഗൺ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ആഡം സൈമനാണ് ഇത്തരമൊരു പഠനത്തിന് നേതൃത്വം നൽകുന്നത്. ഉയർന്ന മർദ്ദനവും താപനിലയും നിലകൊള്ളുന്ന ഭൂമിക്കിടയിൽ നിരവധി കിലോമീറ്ററുകൾ അകലെയാണ് വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നത്. നൂറ്റാണ്ടുകളുമായി വലിയ ആഴങ്ങളിൽ നിന്ന് സ്വർണം വേർതിരിച്ചു ചെയ്യുന്നുള്ള ഒരു മാർഗം ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു വരികയാണ്. എന്നാൽ സാധാരണ സാഹചര്യങ്ങളിൽ സ്വർണം മറ്റ് ലോഹങ്ങളുമായി വളരെ അപൂർവം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് വെല്ലുവിളി. എന്നിരുന്നാലും അഗ്നിപർവ്വത പോലുള്ള സാഹചര്യങ്ങളിൽ ഉയർന്ന താപനിലയിൽ സ്വർണ്ണ ആറ്റങ്ങളെ പ്രതിഫലിപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു. ഇതിലൂടെ സ്വർണ്ണ ആറ്റങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തേക്ക് നീങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരീക്ഷണത്തിനായി സൾഫർ ദ്രാവകമാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചത്. ഉപരിതലത്തിലെ ഏകദേശം 30 മുതൽ 50 മൈൽ വരെ അടിയിൽ സൾഫർ ഖനനവും പ്രതിപ്രവർത്തനത്തിന് വിധേയമായി. ഇതിലൂടെ സ്വർണവും ദ്രാവകവും ഭൂമിയുടെ ഉപരിതലത്തേക്ക് ഉയരാൻ കാരണമായി. ഈ കണ്ടെത്തൽ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയുടെ ആഴങ്ങളിലേക്കുള്ള സ്വർണം ഖനനം ചെയ്യാൻ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം പരീക്ഷണത്തിൻ്റെ ലാഭഘട്ടം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. വലിയ തോതിലുള്ള പരീക്ഷണത്തിന് കൂടുതൽ സമയമെടുത്തേക്കാം. ഒരുപക്ഷെ പരീക്ഷണം പൂർണ്ണമായും പാളിപ്പോവുകയും ചെയ്തേക്കാം. വിജയിച്ചാൽ തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഗണിച്ച് രാജ്യങ്ങൾ ഇത്തരം ഖനനത്തിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഇനി എല്ലാ വെല്ലുവിളികളും മറികടന്ന് ഭൂമിയുടെ ആഴങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം ഖനനം ചെയ്യാൻ സാധിച്ചാൽ അത് ലഭ്യത വർദ്ധിപ്പിക്കും. ലഭ്യത കൂടുമ്പോൾ സ്വാഭാവികമായും വിപണിയിൽ വിലയിടിവും ഉണ്ടാകും.